ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തപ്പെട്ട പൊതുയോഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വിവിധ പ്രചാരണ യോഗങ്ങളിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ, മന്ത്രിമാരായ കെ രാജൻ, റോഷി അഗസ്റ്റിൻ, പി രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ഭാരതത്തിന്റെ പേര് കൂടെ ചേർക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് പേര്. ഭാരതത്തിന്റെ പേര് വെക്കാൻ അർഹതയില്ലാത്തൊരു പാർട്ടിയാണ് BJP. ഉത്തരേന്ത്യയിലും മറ്റും ഇപ്പൊ ആൾക്കാർ ബോണ്ട് ജനതാ പാർട്ടി എന്നാണ് BJPയെ വിളിക്കുന്നത്. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്ക് ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ചതിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി ഗവർണർ ഒപ്പിടാത്ത നടപടിക്കെതിരെ നാട്ടിലൊരു കൊച്ചു പ്രകടനം പോലും നടത്താത്ത പാർട്ടിക്ക് ഒരു പേരുള്ളൂ ഈ കേരളത്തിൽ. ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഭാരതത്തിന്റെ സൗന്ദര്യമായ മതേതരത്വത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിധി എഴുതണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്റെ മതേതരത്വത്തിലാണ്. നല്ല മതേതര സങ്കല്പം, വിവിധ ജാതികളും മതങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരേ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന, തങ്ങൾക്ക് വിശ്വസിക്കാവുന്ന അടിസ്ഥാന തത്വങ്ങളെയെല്ലാം എല്ലാവർക്കും പ്രാപ്യമാക്കി കൊടുക്കാൻ, സംസാരിക്കുവാൻ ഒക്കെയുള്ള അവകാശം നമുക്കുണ്ടായിരുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ഇടതുപക്ഷം പറയുന്നത് എന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുള്ളത് മുസ്ലിം പ്രീണനമല്ല. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുള്ളത് ഭരണഘടന ഉയർത്തിപ്പിടിക്കലാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു, ഈ നിയമം റദ്ദാക്കണം. പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൈരളി ന്യൂസ്, ഇടുക്കി.